മാന്യ സദസ്സിനുചിതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം വിദേശ രാജ്യങ്ങളിൽ കുട്ടികളെ വളർത്തുന്നതിനുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റിയാണ്. ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അനേക കുടുംബങ്ങൾ കുടിയേറിയതിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക ഭദ്രതയോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൂടി ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം, നാട്ടിലൊക്കെ പണ്ട് നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ പേരിൻ്റെ സൈഡിൽ അവർ പഠിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഒരു ബ്രാക്കറ്റിൽ കാണും USA അല്ലെങ്കിൽ UK എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ഹരം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കൂടുതലും പിള്ളേരുടെ നല്ല ഭാവിയെപ്പറ്റി ആശങ്കയുള്ള മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ വിദേശങ്ങളിൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ചത് UK, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ എന്നുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുവാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചത്. അത് ഇതേ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇന്ത്യയിൽ നിന്ന് അനേക വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു വന്ന് വിദ്യാഭ്യാസം ചെയ്തു. അതുകൊണ്ടുള്ള ഗുണം അന്താരാഷ്ട്ര നിലവാരമുള്ള നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ജീവിതത്തിലെ കഠിനമായ വഴികളിൽ കൂടി അവർക്ക് അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി പോകുവാനുള്ള അവസരവും കൂടി ഇത് ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്നവരായ നമ്മൾക്ക് വളരെ വ്യക്തമാണ്. കുട്ടികൾക്ക് വിദേശത്ത് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം. എന്നാൽ അതിൻ്റെ ദോഷവശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ പാശ്ചാത്യ രാജ്യത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളും നമ്മളുടെ കുട്ടികളിലേക്ക് അറിയാതെ കടന്നു ചെല്ലുന്നു എന്നുള്ള വലിയൊരു അപകടം കൂടി ഇതിൽ ഉണ്ട് എന്നുള്ള വസ്തുത നാം പലപ്പോഴും മറന്നുപോകും. അക്രമവാസന നിറഞ്ഞ സമൂഹം, ലൈംഗിക അരാജകത്വം നിറഞ്ഞ പുതിയ തലമുറ, നമ്മളുടെ കുഞ്ഞുങ്ങൾ അറിയാതെ അവരുടെ സ്വഭാവത്തിലേക്ക് ഇത് കടന്നു പോകുമ്പോൾ നമ്മൾ വളർന്നു വന്ന, നമ്മൾ പാലൂട്ടിയ നമ്മുടെ സംസ്കാരം നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്നു പോകുന്ന വലിയൊരു അപകടകരമായ കാഴ്ച കൂടി നാം കാണുന്നു. ഇത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പല കുടുംബങ്ങളിലേക്കും നോക്കുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനമില്ലാത്ത ഒരു തലമുറയെ നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്നു, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ താമസിക്കുന്നവരായ കുടുംബങ്ങളിൽ. ഈ അടുത്ത സമയത്ത് ഒരാൾ പറയുകയുണ്ടായി, മുൻപ് മക്കള് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിരുന്നു എങ്കിൽ നമ്മൾ കുറ്റം പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹം അധപ്പതിച്ചു എന്നുള്ളത് വളരെ ദോഷകരമായ ഒരു സംഭവമാണ്. അത് നമ്മളാരും മറന്നു പോകരുത്. വിദ്യാഭ്യാസം നല്ലതാണ്, അത് അത്യാവശ്യമാണ്. പുതിയ തലമുറയ്ക്ക് വിദ്യ പകർന്നു കൊടുത്ത് ആ വിദ്യ മൂലം അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥം കാണുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഒരു ഭദ്രത ഉണ്ടാക്കുകയും ആ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ സമൂഹത്തെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അവിടെ നമ്മൾ മാതാപിതാക്കൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ കടമ. വിദ്യാഭ്യാസം മാത്രം കൊടുത്തുകൊണ്ട് ഉന്നതമായ നിലവാരമുള്ള കോളേജുകളിലേക്ക് മാത്രം കുട്ടികളെ അയച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ ഒരുപക്ഷെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു അന്ധമായ തലമുറയായിരിക്കും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ സംസ്കാരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് എന്തിനും ഏതിനും മനുഷ്യാവകാശത്തെ മുറുകെ പിടിക്കുന്ന ആ ഒരു പ്രവണതയിൽ നിന്ന് മാറി നമ്മളുടെ സംസ്കാരം എന്താണെന്ന് കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചാൽ ഒരുപക്ഷെങ്കിൽ നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നല്ലൊരു സമൂഹത്തെ കൂടി നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. നല്ല വിദ്യാഭ്യാസം വിദേശ രാജ്യങ്ങളിൽ കിട്ടും, എന്നാൽ അതോടൊപ്പം തന്നെ മോശമായ സ്വഭാവം കൂടി കിട്ടും എന്ന് മാതാപിതാക്കളായ നമ്മൾ ഓർത്തിരുന്നാൽ അത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ആ സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരമുള്ള നല്ലൊരു തലമുറ നമ്മൾക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും യത്നിക്കാം. നന്ദി, നമസ്കാരം.